പോവുകയാണ്. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന ഉദാശയിലൂടെ ഭാര്യാഭർത്താക്കന്മാരെ ജീവിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്ന അമോഘമായ നിമിഷത്തിന് നാം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. യേശു പിതാവിനെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം എന്നതാണ് ഈ വിവാഹ വാഗ്ദാനത്തിൻ്റെ കാതൽ. ഒരു പുതിയ കുടുംബത്തിൻ്റെ മഹത്തായ ആരംഭമാണ് ഈ വിവാഹ വാഗ്ദാനം. ഈ ചടങ്ങിൽ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് പങ്കെടുക്കാം. അതോടൊപ്പം ഇന്ന് ഇവിടെ ഈ ഒത്തുകല്യാണത്തിന് വന്നെത്തിക്കുന്ന അച്ഛന്മാരെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ തന്നെ സ്വന്തം അച്ഛൻ കോൾബെ അച്ഛനാണ്. അതോടൊപ്പം തന്നെ ജോൺ ചൊള്ളാനിക്കൽ അച്ഛൻ വന്നിട്ടുണ്ട്, ടോമി പട്ടുമാക്കൽ അച്ഛൻ, ജോർജ് മാമ്പള്ളി അച്ഛൻ. ഈ അച്ഛന്മാരെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം നമുക്ക് മാർത്തോമാ സ്നേഹമായി അനുസ്മരിച്ചുകൊണ്ട് ഈ മംഗളകർമ്മം നമുക്ക് ആരംഭിക്കാം. നന്നായി വരണമേ ഇന്ന് ഉത്തമനായ മിശിഹ തിരുവുള്ളം ഉണ്മയിഴും നൽകവേണം. കന്ദീശനായ എഴുന്നള്ളി വന്നിട്ട് കർപ്പൂര പന്തലകമേ നന്നായി വേണമിതെന്ന് കാരണമായവരെല്ലാരും കൂടിയിട്ട് നന്മ വരുത്തി തരണം. ആലാഹനായേനുമൻപൻ മിശിഹായി കൂടെ തുണയ്ക്കായിവർക്ക്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ആദിയിൽ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും സ്നേഹകൂട്ടായ്മയ്ക്കും മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനുമായി അവരെ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്ത അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. പൂർവ്വപിതാവായ ഇസ്ഹാക്കിനെയും അവന്റെ ജീവിത പങ്കാളിയാകുവാൻ തിരഞ്ഞെടുത്ത റബേക്കായും അനുഗ്രഹിച്ച കർത്താവേ, വിവാഹ വാഗ്ദാനത്തിനായി തിരുമുമ്പിൽ അണഞ്ഞിരിക്കുന്ന കിമ്മിയെയും ജെറീനെയും സ്വതന്ത്ര മനസ്സോടും തികഞ്ഞ സന്തോഷത്തോടും കൂടി വിവാഹ വാഗ്ദാനം നടത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.
ദൈവമെങ്ങ നൽകിയിട്ടുള്ളതുമെന്നാൽ പ്രകാശിപ്പിക്കാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെ നാഥനും സ്രഷ്ടാവുമാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മറ്റേനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. കാരുണ്യം നീ ചൊരിയണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എന്റെ സഹോദരരെ, തോബിത്തിന്റെ പുസ്തകത്തിലുള്ള വായന. എല്ലാത്തരം അധാർമികതയിൽ നിന്ന് നിന്നെ കാത്തുകൊള്ളുക. നിന്റെ പൂർവികരുടെ ഗോത്രത്തിൽ നിന്ന് മാത്രം ഭാര്യയെ സ്വീകരിക്കുക. അന്യജനതകളിൽ നിന്നും വിവാഹം ചെയ്യരുത്. നാം പ്രവാചകന്മാരുടെ സന്തതികളാണ്. മകനെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ നോഹ്, അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരെല്ലാം തങ്ങളുടെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്നാണ് ഭാര്യമാരെ തിരഞ്ഞെടുത്തത് എന്ന കാര്യം നീ അനുസ്മരിക്കണം. സന്താനങ്ങൾ വഴി അവർ അനുഗ്രഹീതരായി അവരുടെ പിൻതലമുറ ദേശം അവകാശമാക്കും. അതിനാൽ മകനെ, നിന്റെ സഹോദരന്മാരെ സ്നേഹിക്കുക. നിന്റെ ചാർച്ചക്കാരിൽ നിന്ന്, നിന്റെ ജനത്തിന്റെ മക്കളിൽ നിന്ന് ഭാര്യയെ സ്വീകരിക്കാതെ അവരെ നിന്ദിക്കരുത്. അഹങ്കാരം വിനാശവും അരാജകത്വവും വരുത്തും. അലസത നാശത്തിനും പട്ടിണിക്കും നിദാനമാകുന്നു. കാരണം അലസതയാണ് ദാരിദ്ര്യത്തിന്റെ മാതാവ്. ദൈവമേ, അങ്ങേക്ക് സ്തുതി. ജീവദായക വചനമിതാ, മനുഷ്യപുത്രൻ മനസ്സിൽ വിതറും. ദൈവവചനമിതാ, ദൈവവചനമിതാ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 15 വാക്യങ്ങൾ 9 മുതൽ. പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടിയാണ്. ഇതാണ് എന്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഏറ്റവും പ്രിയപ്പെട്ട ചെമ്മി, ചെറീന, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ചെമ്മിയുടെയും ചെറിയനയുടെയും പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ആഘോഷങ്ങളുടെ ദിവസങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഈശോയുടെ തിരുപ്പിറവിയുടെ ആഘോഷം, പുതിയ വത്സരത്തിന്റെ പിറവിയുടെ ആഘോഷം. ഇന്ന് സഭയില് വലിയൊരു തിരുനാളിന്റെ ദിവസമാണല്ലോ, ഉദ്ദനഹ തിരുനാൾ, എപ്പിഫനി.
ഈ ആഘോഷങ്ങളുടെ ദിവസങ്ങളില് നമുക്ക് ഏവർക്കും വളരെ സന്തോഷം നൽകുന്ന ഒരു കർമ്മത്തിൽ പങ്കെടുക്കാനായിട്ടാണ് നാം എല്ലാവരും ഇവിടെ ആയിരിക്കുന്നത്. പ്രിയപ്പെട്ട ജിമ്മിയുടെയും ജെറീനയുടെയും വാഗ്ദാനം ഒത്തുകല്യാണം, ആ ചടങ്ങിൽ പങ്കെടുക്കാൻ നാം എല്ലാവരും ഇവിടെ ഒന്നിച്ചു കൂടുമ്പോൾ ഇവിടെ ആയിരിക്കുന്നതില്, ഈ സെന്റ് ജോസഫ്സ് പള്ളിയില് ആയിരിക്കുന്നതില്, നിങ്ങളോടൊപ്പം ഈ ചടങ്ങില് പങ്കെടുക്കാൻ കഴിയുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാനിവിടെ ആയിരിക്കുന്നതിന്റെ ഒരു കാരണം എന്റെ സുഹൃത്താണ്, എന്റെ ക്ലാസ്മേറ്റ് ആണ് ജെറീനയുടെ പപ്പ ജയൻ. ഞങ്ങൾ ഒന്നിച്ച് ഇലഞ്ഞി സ്കൂളിൽ പഠിച്ചതാണ്. നല്ലൊരു സുഹൃത്തായിരുന്നു. ഞങ്ങൾ വളരെ വർഷങ്ങൾക്ക് കൂടി, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വീണ്ടും ഫോണില് ബന്ധപ്പെട്ടു. ജയൻ എന്നോട് പറഞ്ഞു, ജെറീനയുടെ വിവാഹത്തിന് വരണം. വിവാഹത്തിന് വരാൻ അസൗകര്യമുള്ളതിനാൽ ഞാൻ ഇന്ന് വരാനായിട്ട് ശ്രമിച്ചു. ഇന്നിവിടെ ആയിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷം. ഏതാണ്ട് 41 വർഷം കൂടിയാണ് കഴിഞ്ഞ ദിവസം ജയനെ ഞാൻ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ഈ വിവാഹ വാഗ്ദാന ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ആദ്യം തന്നെ ചിമ്മിക്കും ജെറീനയ്ക്കും എന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുക, പ്രാർത്ഥനകൾ അറിയിക്കുക. കൺഗ്രാറ്റുലേഷൻസ് ഓൺ ഫൈൻഡിങ് ഈച്ച് അതർ. വിവാഹം എന്ന് പറയുന്നത്, അതിനെപ്പറ്റി നല്ലൊരു സെന്റൻസ് ഓർമ്മ വരുന്നത്, marriage is not about finding someone to live with for the rest of your life. It is finding someone that you cannot live without. വിവാഹം എന്നത് ശിഷ്ടജീവിതകാലം ഒന്ന് ജീവിക്കാനായിട്ട് ഒരു വ്യക്തിയെ കണ്ടെത്തുക, ആ വ്യക്തിയോട് കൂടെ ഒന്ന് ജീവിക്കുക എന്നൊരു കാര്യമല്ല. വിവാഹം എന്നത് ആരെ ഒഴിച്ചുകൂടാതെ എനിക്ക് ജീവിക്കാൻ മേല, അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടെത്തുകയും ആ വ്യക്തിയുടെ കൂടെ ആയിരിക്കുകയും ചെയ്യുകയല്ല. മാരേജ് ഈസ് നോട്ട് അബൌട്ട് ഫൈൻഡിങ് someone to live with for the rest of your life. It is finding someone that you cannot live without. ടിമിയെ സംബന്ധിച്ചിടത്തോളം ജെറീനയെ സംബന്ധിച്ചിടത്തോളം ടിമിയും നിങ്ങളുടെ ജീവിതത്തില് ഒഴിച്ചുകൂടാനാവാത്ത, നിങ്ങൾക്ക് പരസ്പരം ഒന്നിച്ച് ആയിരിക്കാനാകാത്ത തരത്തിലുള്ള ഒരു ബന്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ് വിവാഹം. അങ്ങനെ രണ്ട് വ്യക്തികള് പരസ്പരം കണ്ടെത്തുക, അവര് സ്നേഹത്തിലാകുക, ആ സ്നേഹം ആഘോഷിക്കുക, കർത്താവിന്റെ അൾത്താരയുടെ മുമ്പിൽ ആ സ്നേഹം ഏറ്റുപറയുക, അതിനെല്ലാം നാം സാക്ഷികളാകുക. വളരെ സന്തോഷത്തിന്റെ കാര്യങ്ങളാണ്. ആകയാല് ഈ അവസരത്തില് 10-ാം തീയതി വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന ടിമ്മിക്കും ജെറീനയ്ക്കും നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് അവരുടെ ഭാവി ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിവാഹം എന്നത് സ്നേഹത്തിന്റെ കൂദാശയാണ്. സാക്രമെന്റ് ഓഫ് ലവ്. ഇന്നത്തെ ഈ വായന നിങ്ങളെ ശ്രദ്ധിച്ചിരിക്കുമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 9 മുതൽ 12 വരെ 4 തിരുവചനങ്ങളാണ് നാം വായിച്ചു കേട്ടത്. ഈ 4 വചനങ്ങളില് 7 പ്രാവശ്യം സ്നേഹം എന്ന വാക്ക് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ലവ് ലവ് ലവ്, ഇങ്ങനെ 7 പ്രാവശ്യം വീണ്ടും വീണ്ടും നാം കേൾക്കുകയാണ്. ഞാൻ പറഞ്ഞുവല്ലോ, വിവാഹം എന്നത് സ്നേഹത്തിന്റെ ഉദാശി. ഈ സ്നേഹത്തെ പല രീതിയിലും മനുഷ്യര് നാം മനസ്സിലാക്കുന്നുണ്ട്, പല രീതിയിലും അതിനെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. വെറുമൊരു ഫീലിംഗ് ആയിട്ടോ, ഒരു ഇൻഫാച്യുവേഷൻ ആയിട്ടോ, ഒരു തോന്നലായിട്ടോ, പലപ്പോഴും സ്നേഹത്തെ വെറും ഒരു ലൈക്ക്, ഫേസ്ബുക്കിലൊക്കെ ഫ്രണ്ട്സിനെ ലൈക്ക് ചെയ്യുക, എത്ര ലൈക്ക് കിട്ടിയെന്നൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. സ്നേഹം വെറും ഒരു ലൈക്കായിട്ടോ, ഒരു തോന്നലായിട്ടോ, ഒരു ഫീലിംഗ് ആയിട്ടോ കടന്നു പോകേണ്ടതല്ല.
സ്നേഹത്തിന്റെ ഒരു പുതിയ നിർവചനം പറഞ്ഞുകൊള്ളട്ടെ. നമുക്കെല്ലാവർക്കും ലവ് എന്ന വാക്കിന്റെ സ്പെല്ലിംഗ് അറിയാം. ഏത് കുഞ്ഞിനും അറിയാവുന്ന സ്പെല്ലിംഗ് ആണ് ലവ്, LOVE. ഈ സ്നേഹത്തിന് ഒരു പുതിയ സ്പെല്ലിങ്ങും പുതിയ നിർവചനവും തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ സ്നേഹത്തെ ഇനി മുതൽ സ്പെല്ല് ചെയ്യേണ്ടത് LOVE എന്നായിരിക്കരുത്. നിങ്ങളുടെ തമ്മിലുള്ള സ്നേഹത്തിന്റെ സ്പെല്ലിംഗ് ആയിരിക്കണം TIME. സ്നേഹമുള്ളവരുടെ കൂടെ ആയിരിക്കാനാണ് നമുക്കിഷ്ടം. അവരോടൊപ്പം നമ്മുടെ സമയം പങ്കുവെക്കാനാണ് നമുക്കിഷ്ടം. അതാണ് സ്നേഹത്തിന്റെ നിർവചനം. കൂടെ ആയിരിക്കുക, കൂടെ ആയിരിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുക, കൂടെ ആയിരിക്കുന്നതിന് വേണ്ടി സമയം കണ്ടെത്തുക. അതായിരിക്കണം നിങ്ങളുടെ പരസ്പരമുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ്. ടു ബി വിത്ത് ഈച്ച് അതർ, ഫൈൻഡ് ടൈം ടു ബി വിത്ത് ഈച്ച് അതർ. എപ്പോഴും എല്ലാവരും ബിസി ആയിട്ട് നടക്കുമ്പോൾ നമ്മൾ അറിയാതെ മിസ് ചെയ്യുന്നൊരു കാര്യമാണ് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സമയം കൊടുക്കുക എന്നുള്ളത്. വിവാഹം എന്ന കൂദാശയിലേക്ക്, സ്നേഹത്തിന്റെ കൂദാശയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ലവ് എന്ന ഈ വാക്കിന്റെ പുതിയ ഈ ഡെഫിനിഷൻ, ഈ പുതിയ സ്പെല്ലിംഗ് നിങ്ങൾ ഓർത്തിരിക്കുക. അതായിരിക്കട്ടെ നിങ്ങളുടെ വിവാഹ ജീവിതം. സെലിബ്രേഷൻ ഓഫ് യുവർ ഹാർട്ട്, സെലിബ്രേഷൻ ഓഫ് യുവർ ലവ്. അത് സമൃദ്ധമായി ഉണ്ടാകാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ വലിയ കൃപ നിങ്ങളുടെ മേലുണ്ടാകട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന അച്ഛന്മാരും നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും എല്ലാം നിങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങളെന്നും സ്നേഹത്തിൽ വളരട്ടെ. ഇന്നലത്തേക്കാള് കൂടുതൽ സ്നേഹത്തിൽ ഇന്ന്, നാളത്തേക്കാൾ കുറഞ്ഞ സ്നേഹം. You should love each other more than yesterday, but less than tomorrow. Which means tomorrow you'll be loving more. അങ്ങനെ ഒരു വളർച്ച, സ്നേഹത്തിന്റെ വളർച്ച ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് അടുത്തു വരുന്ന പ്രാർത്ഥന വഴിയും തുടർന്നുള്ള ദിവസങ്ങളിലും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ വിവാഹത്തിനായി നിൽക്കുന്ന ഈ ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. ഇവ വാഗ്ദാനം ചെയ്യുന്ന ഈ ദാസരെ ആശീർവദിക്കുകയും ഇവർ ചെയ്യുന്ന വാഗ്ദാനം അനുസരിച്ച് വിവാഹിതരാകുവാനുള്ള കൃപ ഇവർക്ക് നൽകുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. ക്രൈസ്തവ വിശ്വാസത്തിലും ഹൃദയവിശുദ്ധിയിലും അധിഷ്ഠിതമായ വിവാഹ ജീവിതം നയിക്കുവാൻ ഇവരെ സജ്ജരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തീയ കുടുംബജീവിതത്തിന്റെ കടമകൾ മനസ്സിലാക്കി വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹം എന്ന കൂദാശ ദമ്പതികൾ തമ്മിലും ദൈവവുമായും നടത്തുന്ന ഉടമ്പടിയും മരണം വരെ നിലനിൽക്കുന്ന ബന്ധവുമാണെന്ന ബോധ്യത്തോടെ അത് സ്വീകരിക്കുവാൻ ഈ ദാസരെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹ വാഗ്ദാനം ചെയ്യുവാനായി തിരുമുമ്പിൽ അണഞ്ഞിരിക്കുന്ന അങ്ങയുടെ ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. ഇവരുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാനും അങ്ങേക്ക് പ്രീതികരമായ ജീവിതം നയിക്കുവാനും വേണ്ട അനുഗ്രഹം ഇവർക്ക് നൽകണമേ. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും കാത്തു സംരക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടുവാൻ പാടുള്ളൂവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ഈ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുകയാണ്. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ ജെറീനയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? ജെറീന, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ ടിമ്മിയെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ?
ഈ വിവാഹ വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികളാണല്ലോ. വിവാഹ വാഗ്ദാനം നടത്തിയ നിങ്ങളെ മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ഉടമ്പടികൾ ചെയ്യുന്നവനും അവയെ വിശ്വസ്തയോടെ പാലിക്കുന്നവനും പാലിക്കാൻ സഹായിക്കുന്നവനുമായ കർത്താവേ, നിന്റെ ദാസർ ചെയ്യുന്ന ഈ ഉടമ്പടിയെ നീ സ്ഥിരീകരിക്കണമേ. ഇപ്പോൾ ചെയ്ത വിവാഹ വാഗ്ദാനം പൂർത്തിയാക്കുവാൻ നിന്റെ ദാസരായ ടിമിയെയും ജെറീനയെയും അവരുടെ കാരണവന്മാരെയും കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണമേ. സഭയെ നിർമ്മലവധുവായി സ്വീകരിച്ച കർത്താവായ മിശിഹായെ, വിവാഹ വാഗ്ദാനം ചെയ്ത ഈ ദാസരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലങ്കൈ നീട്ടണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ നാഥനായ മാർ യൗസേപ്പിന്റെയും ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായുടെയും പ്രാർത്ഥന ഇവരുടെ വാഗ്ദാനത്തെ സഫലമാക്കട്ടെ. സകല വിശുദ്ധരുടെയും വിശിഷ്യ ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥം ഇവർക്ക് സംരക്ഷണവും സഹായവുമായിരിക്കട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. ദൈവത്തിന്റെ പരിപാലനയിൽ നിങ്ങൾ ചെയ്ത ഈ വിവാഹ വാഗ്ദാനത്തെ അവിടുന്ന് തന്റെ വചനത്തിൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. അബ്രാഹത്തെയും സാറയെയും ഇസഹാക്കിനെയും റബേക്കയെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും മുദ്രിതമാകട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടും കൂടെ വിവാഹമെന്ന കുദാശയ്ക്കായി അണയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും.